കൊച്ചു മുതലാളി നല്ല ഉറക്കത്തിലാണ്. സോ ഈ ഒരു സമയം നമ്മൾ പഴക്കരുത്. വീട്ടിലുള്ളത് വെച്ചിട്ട് എന്തെങ്കിലും പെട്ടെന്ന് തട്ടിക്കൂട്ടാം. കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പാലും പഴവും മുട്ടയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. സംഗതി നമ്മളെ കുഞ്ഞപ്പന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. ഇതൊക്കെ കഴിപ്പിക്കല് കുറച്ച് ചടങ്ങാണ്. ഈയിടെ ആയിട്ട് ചെക്കന് വല്ലാണ്ട് അങ്ങോട്ട് ക്ഷീണാണ്. 2-3 ദിവസമായിട്ട് അംഗൻവാടിയിൽ വിടുന്നുണ്ട്. അതിന്റെ ആവലാദ്യം വേവലാദ്യമൊക്കെ അദ്ദേഹത്തെ നന്നായിട്ട് കാണുന്നുണ്ട്. ആദ്യം കുറച്ച് ദിവസങ്ങളില് തുള്ളിച്ചാട്ടവും പോക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് പ്രതീക്ഷിച്ചു. പക്ഷേ ഇപ്പൊ അങ്ങോട്ട് സെറ്റായി. അംഗൻവാടിയുടെ ആ കേട്ടാലേ കരച്ചിൽ തുടങ്ങും. എല്ലാത്തിന്റെയും തുടക്കം ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. പക്ഷെ നമ്മുടെ അല്ലൂസിന്റെ കരച്ചിൽ ഒരു രക്ഷയില്ല കേട്ടോ. പെറ്റതള്ള സഹിക്കില്ല എന്ന് പറയുന്നത് വളരെ വളരെ ശരിയാണ്. എനിക്കിതൊന്നും കണ്ടു നിൽക്കാനുള്ള ശേഷിയില്ല കേട്ടോ. കരച്ചിൽ മാത്രല്ല വല്ലാണ്ട് അങ്ങോട്ട് ആദ്യം പിടിച്ച് ആളങ്ങോട്ട് ഇല്ലാണ്ടായിരിക്കണു. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഹെൽത്തി ഫുഡൊക്കെ കൊടുത്ത് ചെക്കനൊന്ന് ഉഷാറാക്കി എടുക്കാന്ന് വിചാരിച്ചു. ഇതൊക്കെ ഇപ്പൊ ഉണ്ടാക്കി ചെന്നാ മതി, ആളിപ്പൊ തന്നെ അകത്താക്കി സെറ്റാകും എന്ന് വിചാരിക്കണ്ട. ഇതൊക്കെ ഒന്ന് കഴിപ്പിക്കല് വല്ലാത്തൊരു ചടങ്ങാണ്. 2.5 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ നമ്മുടെ അല്ലൂസിന് അംഗൻവാടി പോകണം എന്ന് പറഞ്ഞിട്ടായിരുന്നു കരച്ചില്. ഇത് കണ്ടപ്പോൾ ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് പ്രതീക്ഷിച്ചു. 3 വയസ്സായപ്പോൾ തന്നെ ചെക്കനെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം എന്റെ അതിമോഹം മാത്രം. അങ്ങനെ നമ്മുടെ കായ്പോള സെറ്റ് ആയിട്ടുണ്ട്. സോ പിള്ളേർക്ക് കൊടുക്കും മുമ്പ് അമ്മമാര് ടേസ്റ്റ് ചെയ്യുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, സംഭവം സെറ്റാണ്. അപ്പൊ അത്രയോട്